ഹേലോ മിസ് അങ്ങനെ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് തോൽപ്പിച്ച് ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പ്ലേ ഓഫിലേക്കുള്ള തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നിശ്ചിത 20 ഓവറിൽ 222 എന്നൊരു വേർപെട്ട സ്കോറിലെത്തി. മറുപടി ബാറ്റിംഗിൽ പഞ്ചാബ് കിങ്സിന്റെ ഇന്നിങ്സ് 199 റൺസിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ അവസാനിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ 93-5 എന്ന നിലയിൽ തകർന്ന പഞ്ചാബ് ഇന്നിങ്സിനെ സൂയഷ് സഞ്ജയ്, അതുപോലെ തന്നെ ശശാങ്ക് സിംഗ്, മാർക്കസ് സ്റ്റോയിനിസ് എന്നിവരുടെ ഇന്നിങ്സുമാണ് പഞ്ചാബിനെ വലിയൊരു തോൽവിയിൽ നിന്ന് രക്ഷിച്ചതെന്ന് പറയാം. അങ്ങനെ തുടർച്ചയായ 6ാം തോൽവിയുടെ പഞ്ചാബ് കിങ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചതായി വേണമെങ്കിൽ പറയാം. ഇനിയുള്ള ഒരു മത്സരം കൂടിയും, അതായത് അവസാന മത്സരമായ ലക്നൗ സൂപ്പർ ജയൻസിനോടുള്ള മത്സരം കൂടിയും ജയിച്ചാൽ മാത്രമേ പഞ്ചാബിന് പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യതയുള്ളൂ. അത് മറ്റ് ടീമുകളുടെ മത്സരഫലത്തെ ആശ്രയിച്ചിരിക്കും. ഇന്നത്തെ ജയത്തോടുകൂടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ പ്ലേ ഓഫിലുള്ള സ്ഥാനം ഉറപ്പിച്ചു. ഇനി അടുത്ത മത്സരം സൺറൈസേഴ്സിനെതിരെ ജയിച്ച് ക്വാളിഫയർ 1 കളിക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് കൊൽക്കത്തയിൽ നിന്നും RCB ക്യാമ്പിൽ എത്തിച്ച വെങ്കടേഷ് അയ്യരായിരുന്നു. അതായത് സീസണിൽ വളരെ ആകെ 2-3 മത്സരങ്ങളെ കളിക്കാൻ അവസരം നൽകിയാലും അതിലും വലിയ കാര്യമായ പെർഫോമൻസ് കാഴ്ചവെക്കാത്ത വെങ്കടേഷ് അയ്യരുടെ ഒരു തിരിച്ചുവരവും കൂടി കണ്ട മത്സരം കൂടിയായിരുന്നു ഇന്നത്തേത്. 40 പന്തിൽ 8 4ഉം 4 6ഉം ഉൾപ്പെടെ 73 റൺസാണ് ഇന്നലെ വെങ്കടേഷ് അയ്യർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയത്. അതും ഒരു പോസിറ്റീവായി മാറുകയാണ് RCBക്ക്. അപ്പോൾ അങ്ങനെ RCB പ്ലേ ഓഫ് കയറി. മുംബൈയും ലക്നൗ സൂപ്പർ ജയൻസും പ്ലേ ഓഫ് കാണില്ല എന്ന് ഉറപ്പായി. ഇനിയുള്ള ബാക്കി 7 ടീമുകളുടെ കാര്യങ്ങളാണ്. ഇനി വെറും 8 മത്സരങ്ങളാണ് ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവശേഷിക്കുന്നത്. അപ്പോൾ 7 ടീമുകളുടെ അവരുടെ പ്ലേ ഓഫിലേക്കുള്ള വിധി അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചില ടീമുകൾക്ക് ഇനി ഒരു മത്സരം മാത്രമേ ഉള്ളൂ. പക്ഷേ CSK, രാജസ്ഥാൻ പോലുള്ള ടീമുകൾക്ക് ഇനി 2 മത്സരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ആരൊക്കെ പ്ലേ ഓഫിൽ കയറുന്നതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തുടർന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ് നമ്മുടെ ശുഭ്മാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ്. അവർക്ക് 13 കളിയിൽ നിന്ന് 8 ജയമായി 16 പോയിന്റാണ് ഉള്ളത്. അടുത്ത മത്സരം ചെന്നൈക്കെതിരെ ആ ഒരു മത്സരം കൂടി അവർക്ക് ബാക്കിയുള്ളൂ. ആ മത്സരം ജയിച്ചാൽ തന്നെ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റ് ടീമുകളുടെ മത്സരഫലം അല്ലെങ്കിൽ റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗുജറാത്തിൻ്റെ ഒരു പ്ലേ ഓഫ് സാധ്യത. ചെന്നൈക്കെതിരെ ജയിക്കുകയെന്ന് വെച്ചാൽ തീർച്ചയായും ഒരു പ്ലേ ഓഫിൽ കയറുന്ന കാര്യം യാതൊരു സംശയം. അടുത്തതായി പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്തിരിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. 12 കളിയിൽ നിന്ന് 7 ജയവും 5 തോൽവിയുമായി 14 പോയിന്റാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനുള്ളത്. ഇനിയുള്ളത് 2 മത്സരങ്ങളാണ്. അത് 2 വൻ ടീമുകളാണ്, ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും. ഇതിൽ 2 മത്സരം ജയിച്ചാൽ തന്നെ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഒരു മത്സരം ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താം. ഒരു പക്ഷേ രാജസ്ഥാൻ റോയൽസ് ഏതെങ്കിലും ഒരു മത്സരം തോക്കേണ്ടി വരും. അന്ന് അവർക്ക് പ്ലേ ഓഫിലെത്താം എന്നാണ്. അടുത്ത പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണ്. തുടർച്ചയായി ആദ്യ 6 മത്സരങ്ങൾ ജയിച്ചു വന്ന പഞ്ചാബ് കിങ്സിന്റെ ഒരു തകർച്ച തന്നെയായിരുന്നു പിന്നെയുള്ള 6 മത്സരങ്ങൾ കണ്ടത്. 13 മത്സരങ്ങളിൽ നിന്നായിട്ട് 6 ജയവും 6 തോൽവിയായിട്ട് 13 പോയിന്റാണ് പഞ്ചാബ് കിങ്സിനുള്ളത്. ഒരു മത്സരം മാത്രമേ പഞ്ചാബ് കിങ്സിന് ബാക്കിയുള്ളത് ലക്നൗ സൂപ്പർ ജയൻസിനായിട്ടുള്ള മാച്ചാണ്. ആ ഒരു മാച്ച് ജയിച്ചാൽ തന്നെ അവർക്ക് പ്ലേ ഓഫിൽ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. അത് CSK, രാജസ്ഥാൻ റോയൽസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവർ 2 മത്സരം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മാച്ച് ഇവർ തോറ്റാൽ തന്നെ പഞ്ചാബിനൊരു പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താനാവും. അടുത്ത നമ്മുടെ ചേട്ടൻ്റെ സഞ്ജു സാംസന്റെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് ഇനി 2 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. ഈ 2 മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ അവർക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കുകയുള്ളൂ. അത് ഇന്ന് ഏറ്റവും നിർണായക മത്സരമായ സൺറൈസേഴ്സിനോടും അടുത്ത മത്സരം ഗുജറാത്ത് ടൈറ്റൻസിനോടുമാണ്. ഇപ്പോൾ ഈ 2 മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫിൽ എത്താനുള്ളൊരു സാധ്യതയുള്ളൂ. അടുത്ത CSKയുടെ ഒപ്പം തന്നെ സെയിം സിറ്റുവേഷൻ, അതായത് 12 മത്സരങ്ങളിൽ 6 തോൽവിയും 6 പോയിന്റും റൺ റേറ്റിലും ഒരുപോലെ. അതായത് ഒരു അമ്മ പെറ്റ മക്കൾ, ഞാനൊരു ജസ്റ്റ് ഒരു ട്രോളാണ്, ഒരു അമ്മ പെറ്റ മക്കൾ പോലെ ഒരുമിച്ച് കിടക്കുന്ന നമ്മുടെ CSKയും രാജസ്ഥാൻ റോയൽസും 12 പോയിന്റാണ് രാജസ്ഥാൻ റോയൽസിനുള്ളത്. രാജസ്ഥാൻ റോയൽസിനും അടുത്ത 2 മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യതയുള്ളൂ. അത് എലിമിനേറ്റായി പോയ ലക്നൗവും മുംബൈയായിട്ടുമാണ് മറ്റൊരു ദിവസം. അപ്പോൾ എലിമിനേറ്റഡ് ആയ ലക്നൗവും മുംബൈയും രാജസ്ഥാൻ്റെ പ്ലേ ഓഫിലേക്കുള്ള വഴി തടയുമെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. അടുത്ത 13 മത്സരങ്ങളിൽ 6 ജയം 7 തോൽവിയുമായി 12 പോയിന്റുള്ള ഡൽഹി ക്യാപിറ്റൽസിനാണ്. അതായത് ഇനി വെറും ഒരു മത്സരം മാത്രമേ ഡൽഹി ക്യാപിറ്റൽസിനുള്ളൂ. അതൊരു ജയിച്ചാലും ഒരു നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ. കാരണം CSK, രാജസ്ഥാൻ റോയൽസ്, അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ്, CSK രാജസ്ഥാൻ അടുത്ത 2 മത്സരങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം തോൽക്കണം. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് അടുത്ത മാച്ച് തോക്കണം. KKR ഏതെങ്കിലും ഒരു മത്സരം, KKR-നായിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ അടുത്ത മത്സരം. അപ്പോൾ KKR എന്തായാലും തോൽപ്പിക്കണം. എന്നാലും റൺ റേറ്റും മറ്റു ഘടകങ്ങളും നോക്കിയാൽ തന്നെ
ഡൽഹിക്ക് ഒരു ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒരു ഇവിടെ 8ാം സ്ഥാനത്താണ് KKR സ്ഥാനം. 12 മാച്ചിൽ നിന്ന് 5 മത്സരവുമായി 11 പോയിന്റാണ് KKRനുള്ളത്. KKRന് ഇനി 2 മത്സരങ്ങളാണുള്ളത്. അത് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസുമായിട്ടാണ് കൊൽക്കത്തയുടെ അടുത്ത 2 മത്സരങ്ങൾ. ഈ 2 മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ കൊൽക്കത്തയ്ക്ക് പ്ലേ ഓഫ്സായി നിലനിർത്താനാവും. അതുപോലെ തന്നെ CSK രാജസ്ഥാൻ റോയൽസ് എന്നിവർ 2 മത്സരങ്ങൾ ഏതെങ്കിലും ഒരു മത്സരം തോൽക്കുകയും വേണം. എന്നാൽ തന്നെ KKRന് പ്ലേ ഓഫിലേക്ക് എത്താനുള്ളൊരു സാധ്യത. പിന്നെ പഞ്ചാബ് കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനോട് അടുത്ത മത്സരം തോൽക്കുകയാണ്. അപ്പോൾ KKRനും ഒരു നേരിയ സാധ്യത മാത്രം കാണാനുള്ളൂ. പിന്നെ അടുത്തത് 9ഉം 10ഉം സ്ഥാനങ്ങളിൽ നമ്മുടെ മുംബൈ ഇന്ത്യൻസും ലക്നൗ സൂപ്പർ ജയൻസാണ്. അവർ ഓൾറെഡി എലിമിനേറ്റഡ് ആയി പോയ ടീമുകളാണ്. അപ്പോൾ അവർക്ക് ഇനി അടുത്ത സീസണിൽ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വാളിഫിക്കേഷൻ സെനാരിയോസ് പ്ലേ ഓഫിലേക്ക് ഉള്ളത്. RCB ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ CSK സൺറൈസേഴ്സ് മാച്ച് ഉണ്ട്. ഇതിൽ ആര് ജയിക്കുന്നു അവർക്ക് പ്ലേ ഓഫിലേക്ക് ഒരു ചാൻസ് ഉണ്ട്. സൺറൈസേഴ്സ് തോറ്റാലും അവർക്കൊരു മാച്ച് കൂടി അവർക്ക് ഒരു മാച്ച് ഉള്ളതുകൊണ്ട് അവർക്കൊരു ചാൻസ് കൂടി ഉണ്ട്. പക്ഷേ CSK എന്ന് തോറ്റാൽ അവർ എലിമിനേറ്റ് ആയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.